ഇത്തവണത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് 2025-26 കോഴിക്കോട് നഗരത്തിൽ വച്ച് സംഘടിപ്പിക്കുകയാണ്. കേരളമാണ് ട്രാൻസ്ജെൻഡർ മേഖലയിൽ ആദ്യമായി ഒരു പോളിസി അംഗീകരിച്ച സംസ്ഥാനം. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സമഗ്രമായ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും ആവശ്യമായ വിവിധങ്ങളായ പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം, താമസ സൗകര്യങ്ങൾ, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പിന്തുണ, മറ്റ് മത്സര പരീക്ഷകൾക്കുള്ള ധനസഹായം, അങ്ങനെ ഒരുപാട് പദ്ധതികൾ ട്രാൻസ്ജെൻഡേഴ്സിനു വേണ്ടി നടപ്പാക്കി വരുന്നുണ്ട്. അതിലൊന്നാണ് അവരുടെ സർഗാത്മകമായ കഴിവുകളും കലാവാസനയും എല്ലാം പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിൽ സംഘടിപ്പിക്കുന്ന വർണ്ണപ്പകിട്ട് കലോത്സവം. കഴിഞ്ഞ 3 വർഷങ്ങളിലും മികച്ച നിലയിൽ തന്നെ ഈ കലോത്സവം സംഘടിപ്പിക്കാനായിട്ടുണ്ട്. ഇത്തവണ ഈ കലോത്സവത്തോടൊപ്പം ഒരു ഫിലിം ഫെസ്റ്റും ഒരു ദേശീയ സെമിനാറും സംഘടിപ്പിക്കുന്നുണ്ട്. 2025 ഓഗസ്റ്റ് 21, 22, 23 തീയതികളിലായിട്ടാണ് വർണ്ണപ്പകിട്ട് 2025 സംഘടിപ്പിക്കുന്നത്. 21-ാം തീയതി ട്രാൻസ്ജെൻഡർ പോളിസി ഇതുവരെ നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെയും ട്രാൻസ് വിഷയങ്ങളിൽ വിദഗ്ധരായ അക്കാഡമിഷ്യൻസും ഇൻ്റലക്ച്വൽസുമായ വ്യക്തികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നാഷണൽ കോൺഫറൻസ് നടക്കും. ട്രാൻസ്ജെൻഡർ വിഷയങ്ങളിലും ക്വയർ വിഷയങ്ങളിലും എല്ലാം വൈദഗ്ധ്യമുള്ള, അതിൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികൾ പങ്കെടുക്കുന്ന പാനൽ ചർച്ചകളും, അതേസമയം ട്രാൻസ്ജെൻഡർ വിഷയം പ്രമേയമാക്കിയിട്ടുള്ള ഫിലിം ഫെസ്റ്റിവലും 21-ാം തീയതിയാണ് നടക്കുക. 22, 23 തീയതികളിലാണ് കലോത്സവം നടക്കുന്നത്. 22, 23 തീയതികളിൽ നടക്കുന്ന കലോത്സവ വേദിയിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ട്രാൻസ് സഹോദരങ്ങൾ അവരുടെ കഴിവിൻ്റെ മാറ്റുരയ്ക്കും. ഓഗസ്റ്റ് 21 രാവിലെ 10 മണി മുതൽ കോഴിക്കോട് ജൂബിലി ഹാളിലാണ് ദേശീയ സെമിനാർ നടക്കുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആരോഗ്യവും ക്ഷേമവും, വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യവും, സാമൂഹ്യനീതിയും മനുഷ്യാവകാശങ്ങളും, ഈ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള പാനൽ ചർച്ചയാണ് നാഷണൽ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് നടക്കുക. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ട്രാൻസ്ജെൻഡർ ഹെൽത്തിൽ നിന്നും ഡോക്ടർ സഞ്ജയ് ശർമ്മ, SHSRC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജിതേഷ്, കോട്ടയം മെഡിക്കൽ കോളേജ് പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി, മാനസികാരോഗ്യ വിദഗ്ധ ഡോക്ടർ ഇന്ദു PS, കേരളത്തിലെ ആദ്യത്തെ ഡെന്റിസ്റ്റും പബ്ലിക് ഹെൽത്ത് വിദ്യാർത്ഥിയുമായ ഡോക്ടർ അനു രാധാകൃഷ്ണൻ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള, സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ വിജയരാജ മല്ലിക, തമിഴ്നാട്ടിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ N ജെൻസി, കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഗവേഷക വിദ്യാർത്ഥിയായ ഋതിഷ ഋതു, മനുഷ്യാവകാശ പ്രവർത്തകരായ സദ്ദാം ഹജമ, കോയൽ ഘോഷ്, തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാത്തിയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ L രാമകൃഷ്ണൻ, MG യൂണിവേഴ്സിറ്റി ജെൻഡർ സ്റ്റഡീസ് വിഭാഗം മേധാവി ഡോക്ടർ ആരതി PM, ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ഡോക്ടർ രേഷ്മ ഭരദ്വാജ്, സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം അർജുൻ ഗീത, മനുഷ്യാവകാശ പ്രവർത്തകയും അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് പത്മലക്ഷ്മി, കേരള നോളജ് എക്കോണമി മിഷൻ ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ മാനേജർ പ്രജിത് PK എന്നിവർ പാനൽ ചർച്ചയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് സംസാരിക്കും. ഓഗസ്റ്റ് 21 രാവിലെ 9:15 മുതൽ കൈരളി ശ്രീ തിയേറ്ററുകളിൽ വച്ച് ഇറോ ട്രാഫെ എന്ന പേരിൽ ട്രാൻസ്ജെൻഡർ ക്വയർ വിഷയങ്ങൾ പ്രമേയമാക്കിയിട്ടുള്ള ഫിലിം ഫെസ്റ്റിവൽ നടക്കും. ഇറോ എന്നുള്ളതൊരു ജാപ്പനീസ് വേർഡാണ്. കളർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻക്ലൂസിവിറ്റി, റെസ്പെക്റ്റ്, ഓപ്പൺനെസ്.
അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവനോവിലോന, ഔട്ട്കാസ്റ്റ്, ഉടലാഴം, ഞാൻ രേവതി, ന്യൂ നോർമൽ, ഈസ് ഇറ്റ് ടു മച്ച് ടു ആസ്ക്, ഇരട്ട ജീവിതം, ദാറ്റ്സ് മൈ ബോയ്, ജനലുകൾ, വി ആർ എലൈവ് എന്നീ സിനിമകളാണ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമകളുടെ അണിയറ പ്രവർത്തകർ, അഭിനേതാക്കൾ എന്നിവർ പങ്കെടുക്കുന്ന ഓപ്പൺ ഫോറവും സംഘടിപ്പിക്കുന്നുണ്ട്. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് നൽകുന്ന രീതിയാണ് ഈ വർഷത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിനായി മാനുവൽ പരിഷ്കരിച്ചിട്ടുണ്ട്. സ്റ്റേജ് ഇനത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന വ്യക്തിയെ കലാരത്നമായും, സ്റ്റേജ് ഇതര ഇനത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന വ്യക്തിയെ സർഗപ്രതിഭയായും തിരഞ്ഞെടുത്ത് പുരസ്കാരം നൽകും. ഗ്രൂപ്പ് ഇനങ്ങളിലും വ്യക്തി ഇനങ്ങളിലും എ ഗ്രേഡ് നേടുന്ന ടീമിനും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും യഥാക്രമം 7,500 രൂപ, 3,000 രൂപ എന്നിങ്ങനെ പ്രൈസ് മണി നൽകുന്നുണ്ട്. ഗ്രൂപ്പ് ഇനങ്ങൾക്ക് 7,500 രൂപയും വ്യക്തിഗത ഇനങ്ങൾക്ക് 3,000 രൂപയും. കലോത്സവത്തിൻ്റെ മുന്നോടിയായി ഓഗസ്റ്റ് 21 വൈകുന്നേരം 4 മണിക്ക് മുതലക്കുളത്ത് നിന്ന് ആരംഭിച്ച് ജൂബിലി ഹാളിൽ സമാപിക്കുന്ന വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയുണ്ടാകും. ഫ്ലാഷ് മോബ്, മറ്റ് അനുബന്ധ പരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 21 വൈകിട്ട് 6 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം. ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാന്യനായ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA റിയാസ് അധ്യക്ഷത വഹിക്കും. വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള അവാർഡ് ദാനം എന്നിവ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നിർവഹിക്കും. ബഹുമാനപ്പെട്ട MLA-മാരായ ശ്രീ അഹമ്മദ് ദേവർകോയിൽ, ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ശ്രീമതി ബീന ഫിലിപ്പ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. ട്രാൻസ്ജെൻഡർ മേഖലയിൽ വിശിഷ്ട സംഭാവനകൾക്ക് അദ്രിജ പണിക്കർ, അഡ്വക്കേറ്റ് പത്മലക്ഷ്മി എന്നിവരെ പ്രത്യേകമായി ആദരിക്കും. ഓഗസ്റ്റ് 23 വൈകുന്നേരം 6 മണിക്ക് വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം നടക്കും. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി സമ്മാനദാനം നിർവഹിക്കും. ഈ പരിപാടി വിജയപ്രദമാക്കാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഇതിനനുബന്ധമായിട്ടൊരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ കൂടി നടത്തിയിരുന്നു. സഹയാത്രികയുടെ സോഷ്യൽ മീഡിയ കൺസൾട്ടൻ്റ് കൂടിയായി പ്രവർത്തിക്കുന്ന ട്രാൻസ് ഫോട്ടോ ജേർണലിസ്റ്റ് ഹർഷ സംവിധാനം ചെയ്ത ബത്തക്ക ഹൃദയം തുന്നാൻ പോണ് എന്ന ഷോർട്ട് ഫിലിമാണ് 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. അഖിൽ ശിവപാൽ സംവിധാനം ചെയ്ത ഭാവയാമി 2ാം സ്ഥാനവും, റോസ്ന ജോഷി സംവിധാനം ചെയ്ത മറുജന്മം 3ാം സ്ഥാനത്തിനും അർഹരായി. ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിൽ 1, 2, 3 സ്ഥാനം നേടിയവർക്ക് യഥാക്രമം 20,000, 15,000, 10,000 രൂപയുടെ ക്യാഷ് അവാർഡും ഒപ്പം ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിക്കും. കലോത്സവത്തോടനുബന്ധിച്ച് കല, കായികം, സാഹിത്യം, വിദ്യാഭ്യാസം, സംരംഭകത്വം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഈ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച CBO അല്ലെങ്കിൽ NGOകൾക്കും ട്രാൻസ്ജെൻഡർ ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച് നടപ്പാക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. അവരുടെ പേരുവിവരങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. കലാ വിഭാഗത്തിൽ തൻവി സുരേഷ് എറണാകുളം, കായിക മേഖലയിലെ മികവിന് ഷിയ വയനാട്, വിദ്യാഭ്യാസ മേഖലയിൽ മികവാർജിച്ച ലിബിൻനാഥ് PT കോഴിക്കോട്, MFAM പരീക്ഷയിൽ റാങ്ക് ജേതാവായിരുന്നു. സംരംഭകത്വം നവമി S ദാസ് കൊല്ലം, മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംഘടന സഹയാത്രിക തൃശ്ശൂർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്. അതാണ് നമ്മുടെ
പ്രത്യേക പുരസ്കാര ജേതാക്കൾ. ട്രാൻസ് കലോത്സവത്തിൻ്റെ വാർത്ത സംസ്ഥാന തലത്തിൽ വരാവുന്ന വിധത്തിൽ എല്ലാവരും റിപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സംരംഭകത്വ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പദ്ധതികളുണ്ട്. അതുപോലെ അഖിലേന്ത്യാ തലത്തിലുള്ള മത്സര പരീക്ഷകൾ, അതുപോലെ PSC പരീക്ഷ, അതിനൊക്കെ അവർക്ക് പരിശീലനം നൽകാൻ ധനസഹായം ഉണ്ട്. തൊഴിൽ മേളകൾ സംഘടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ഭവന പദ്ധതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് പരിശോധിക്കുന്നുണ്ട്. അതിനുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. PSC പരിശോധിക്കുന്നുണ്ട്, ഡിസ്കഷനിലാണ്. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഡിഗ്രി പ്രവേശനത്തിന് 2 സീറ്റുകളുണ്ട്. ഇപ്പോൾ LLB പരീക്ഷയ്ക്ക് LLB അഡ്മിഷനും നമ്മൾ അത്തരത്തിൽ തീരുമാനമെടുത്ത് നൽകിയിട്ടുണ്ട്. കുട്ടികൾ ഉപരിപഠനത്തിന് തയ്യാറാകുന്നുണ്ട്. മാത്രമല്ല, പഠനം പാതി വഴിയിൽ മുറിഞ്ഞു പോയവർക്ക് സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോഴ്സുകളും നൽകുന്നുണ്ട്. സാമൂഹ്യനീതി വകുപ്പാണ് അതിന് ആവശ്യമായിട്ടുള്ള പദ്ധതി നടപ്പാക്കുന്നതും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുന്നതും. അതുപോലെ കേരള നോളജ് എക്കോണമി മിഷനോട് ചേർന്നുകൊണ്ട് പ്രൈഡ് എന്ന ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അത് തൊഴിൽ പരിശീലനമാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് വെച്ച് എയർപോർട്ട് മാനേജ്മെൻറ്റും പൈലറ്റ് ട്രെയിനിങ്ങും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പരിശീലനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 25ഓളം ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കൾക്ക് ആ കോഴ്സിലൂടെ പരിശീലനം നൽകുകയാണ്. ജുഡീഷ്യറിയുടെ പരിധിയിലേക്ക് അത് പോകാനിടയായത് യഥാർത്ഥത്തിൽ ഏകപക്ഷീയമായിട്ട് കാര്യങ്ങളിൽ തീരുമാനമെടുത്തു പോകാനുള്ള ചാൻസലറുടെ ആ ശാഠ്യം നിമിത്തമായിരുന്നു. ആക്റ്റുകളിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതുപോലെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടെ നിർദ്ദേശാനുസരണമായിരുന്നു താൽക്കാലിക VC നിയമനം ഉൾപ്പെടെ നടത്തേണ്ടത്. 2 ആക്റ്റുകളിലും വളരെ കൃത്യമായിട്ട് പ്രൊവിഷൻസ് ഉള്ളതാണ്. പക്ഷേ നിയമത്തെ അവഗണിച്ചുകൊണ്ട് പാടെ ഏകപക്ഷീയമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകാനാണ് ചാൻസലർ തയ്യാറായത്. നമ്മൾ എപ്പോഴും അക്കാദമിക മികവിനും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇക്കാര്യത്തിലൊക്കെ സ്വീകരിച്ചു പോരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സംഘപരിവാര ശക്തികളോട് താല്പര്യമുള്ളവരെ ഈ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് മാത്രമാണ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് എടുത്ത തീരുമാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നിർഭാഗ്യകരമാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല നിലയിൽ എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ആ ഒരു സന്ദർഭത്തിൽ അതിനെ നയിക്കാൻ കെൽപ്പുള്ളവരാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് അക്കാര്യത്തിൽ വളരെ കാര്യമായിട്ടുള്ള നിലയിൽ സാധ്യതയുണ്ട് എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കോടതിയുടെ നിരീക്ഷണം എല്ലാ കോടതികളുടെയും, അതായത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും, കോടതികൾക്ക് നിയമം പരിശോധിച്ചാൽ നിയമത്തിൻ്റെ ചട്ടക്കൂടിനനുസരിച്ച് നിന്നാണ് സംസാരിക്കാൻ സാധിക്കുക. ആ നിലയിൽ വളരെ വൃത്തിയായിട്ട് ഈ 3 സംവിധാനങ്ങളും തീർപ്പ് കൽപ്പിച്ചതാണ് ഈ വിഷയത്തിൽ. പക്ഷേ അത് കോടതിയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ കോടതിക്ക് അതിൽ നിർണായകമായ നിലയിൽ ഇടപെടാനുള്ള ഒരു സാധ്യത ഉണ്ടായി. ഇപ്പോൾ പാനലിൻ്റെ ചെയർപേഴ്സൺ എന്ന നിലയിൽ തന്നെ നിയമിതനായിരിക്കുന്നത് കോടതിയുമായി ബന്ധപ്പെട്ട
സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ തീർത്തും അവഗണിച്ച് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് വിധിയുടെ ഭാഗമായിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. കോടതിയാണല്ലോ ചെയ്തിട്ടുള്ളത്. പരമോന്നത നീതിപീഠമാണല്ലോ രാജ്യത്തെ. എനിക്കും നിങ്ങൾക്കൊക്കെ അത് അംഗീകരിക്കല്ലാതെ വേറെ മാർഗമുണ്ടോ? അല്ല, കോടതി വിധികളൊക്കെ കേട്ട് ജനാധിപത്യ ബോധം മിനിമമുള്ള വ്യക്തികളാണെങ്കിൽ അത് എല്ലാവരും കൃത്യമായിട്ട് മാർഗം മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കാതെ വീണ്ടും അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകളിലേക്ക് പോകുകയാണെങ്കിൽ അത് കേരളീയർ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതിൽ അധികാരമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് പൊതു സർവകലാശാലകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവയ്ക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്, ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇടപെടാനുള്ള അവസരവും അവകാശവും നൽകണം എന്ന നിലപാട് തന്നെയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും സംശയത്തിനിടവില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു തർക്ക വിഷയമായതുകൊണ്ട് സുപ്രീം കോടതി ഇങ്ങനെ ഒരു അനുരഞ്ജനാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്ന് മാത്രമാണ്. അതിൽ മുഖ്യമന്ത്രി 2 പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കൺസെൻറ്റോട് കൂടി മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ എന്ന് സുപ്രീം കോടതി പറയുന്നതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ സുപ്രീം കോടതി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളിലെല്ലാം സുപ്രീം കോടതി അത് ഹൈലൈറ്റ് ചെയ്ത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും ഇത് മനസ്സിലാവും. അത് മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുന്നത് ഈ അമിതാധികാരം അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയുടെ ഭാഗമായിട്ടാണ് എന്നാണ് പറയാനുള്ളത്. ഇത് വളരെ സ്വാഗതാർഹമായിട്ടാണ് കാണുന്നത്. തൽക്കാലത്തെ ഈ കോടതി വിധി ഈ പ്രശ്നങ്ങൾക്കാകെ ഒരു പരിസമാപ്തി ഉണ്ടാക്കുന്നു എന്നുള്ളത് സൂചന നൽകുന്നുണ്ട്. തുടർന്നും ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെതായ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാൻ ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ചാൻസലർ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും.